ഈ ഫോട്ടോ എടുക്കലും അത് ഓഫീസും ഇതിന് അപ്ലോഡ് ചെയ്യും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭാഗ്യം ഒരു 10,000 രൂപയുടെ ഭാഗ്യം അല്ലെങ്കിൽ 3 ദിവസം ഒരു KTDCയുടെ ഒരു റിസോർട്ടിൽ അടിപൊളിയായി കുടുംബസമേതം കഴിയാണ്ട് ഓപ്പർച്യൂണിറ്റി. പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ ഇതിനൊരാവശ്യക്കാരൻ അല്ലെങ്കിൽ ആവശ്യക്കാരൻ നിങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്. നമ്മുടെ ഹോം എന്ന സിനിമയിലെ ആ ഇന്ദ്രൻസിൻ്റെ കഥാപാത്രത്തെ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടല്ലോ. ഇത് ഗോപി ദ ടോക്കറ്റീവ് വീഡിയോ. ഇവിടെ വളരെ ബേസിക്കായൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇതാണോ ഇത്ര വലിയ കാര്യം? പക്ഷെ ഈ ഇത്രയും നിസ്സാരമായ കാര്യം തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള മേൽപ്പറഞ്ഞ വ്യക്തിക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ. അതിനൊക്കെയുള്ള ഒരു പോംവഴിയാണ് നമ്മുടെ വീടുകളിൽ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൻ്റെ അയൽവക്കത്ത്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ, അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും 50, 55, 60 ആ റേഞ്ചിൽ പ്രായമുള്ള കുറച്ച് പേര്. അവർക്ക് സ്മാർട്ട് ഫോൺ ആരെങ്കിലും കൊടുത്താൽ എൻ്റെ മോളെ എൻ്റെ ഇതൊന്നും വേണ്ടെന്ന് മാറ്റി, അല്ലെങ്കിൽ ചിലപ്പോൾ അതിലെന്തെങ്കിലും ചെയ്ത് നോക്കും. ആരെങ്കിലും സമ്മാനിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അവരാവശ്യപ്പെട്ട് സ്വന്തം നിലയ്ക്ക് വാങ്ങിയതായിരിക്കും. അവരാണെങ്കിൽ ഇന്നത്തെ ഈ ആധുനിക ലോകത്ത് തീരെ പിന്നോക്കക്കാരായല്ലോ ഞങ്ങൾ എന്നുള്ള ചിന്തയിൽ ലേശം മാനഹാനിയായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർക്കൊരു ഫേസ്ബുക്കോ വാട്സപ്പോ എടുത്ത് അത് വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ അറിയില്ല. അഥവാ പ്രയോഗിച്ചാൽ തന്നെ അതിന് വല്ല മിസ്റ്റേക്കും വന്നാൽ അത് തിരുത്താൻ അറിയില്ല. അങ്ങനെയുള്ളത് അങ്കലാപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ, അല്ലെങ്കിൽ ഈ വീഡിയോ സീരീസ്. ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ റേഞ്ചിൽ തന്നെയാണ് നമ്മുടെയും പ്രായം. അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് നിസ്സാരമായ കാര്യമാണ്. ഞാനിതുപോലെ ഓരോരുത്തരും പറഞ്ഞ് മനസ്സിലാക്കി പഠിച്ചതാണ്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് ഈ ബേസിക്കായ കാര്യം തന്നെ ഉപയോഗിച്ച് എനിക്കൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതായത് ഈ ഫോട്ടോ എടുക്കലും അത് ക്രോപ്പിങ്ങും പിന്നെ ഒരു അപ്ലോഡിങ്ങും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭാഗ്യം, ഒരു 10,000 രൂപയുടെ ഭാഗ്യം, അല്ലെങ്കിൽ 3 ദിവസം ഒരു KTDCയുടെ ഒരു റിസോർട്ടിൽ അടിപൊളിയായി കുടുംബസമേതം കഴിയാനുള്ള ഓപ്പർച്യൂണിറ്റി. 2023 ജനുവരി വരെ അതിൻ്റെ ഒരു കാലാവധിയുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ക്യാമറ എടുക്കണം. ക്യാമറ കൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട്, സെൽഫി എടുക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ അത് ഇങ്ങനെ കുത്തനെ പിടിച്ചിട്ടാണ്. ഇത് നമ്മൾ നേരെ കീഴ്പോട്ട് പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കടലാസ് ലെവലായ സ്ഥലത്തായിരിക്കണം. അതിന് പുറമെ അതിൻ്റെ മൊബൈലിൻ്റെ സ്ക്രീനിൻ്റെ സൈഡിൽ ഇങ്ങനെ ആയിരിക്കണം. അതിനൊരു ഷേപ്പ് ഉണ്ടാവണം. നമ്മൾ മൊബൈൽ ഫോണിൻ്റെ നടുവല്ല അവിടേക്ക് കാണിക്കേണ്ടത്, നമ്മുടെ അതിൻ്റെ ലെൻസ് ഈ മോൾ ഭാഗത്താണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം അത് പിടിക്കുമ്പോൾ ആ ചിത്രത്തിൻ്റെ സൈഡിലുള്ള ആ ഭാഗം ചെരിവില്ലാണ്ട് വേണം പോവാൻ. അത് വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം. അല്ലാത്ത രീതിയിൽ എടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾ അത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഗാലറിയിലൊന്നും പോകണ്ട. നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോൻ്റെ രൂപം കൂടെ കിട്ടി. ഇനി നമ്മൾ എഡിറ്റ് എന്നുള്ള സാധനം ഇവിടെ താഴെ കാണുന്ന എഡിറ്റ്, ആ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് ക്രോപ്പ്, ലെഫ്റ്റ് ഭാഗത്തിൽ ക്രോപ്പ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ താഴ്ഭാഗം മുകളിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ മുകൾ ഭാഗം കൂടെ ഇവിടെ വരെ എത്തിക്കുന്നു. ആ വെള്ള പേപ്പർ മാത്രം കണ്ടാൽ മതി. നമ്മുടെ എഴുത്തൊന്നും പോകാൻ പാടില്ല. ഇങ്ങനെ വയ്ക്കുന്നു. ഇനിയിപ്പോൾ ചെരിവിൻ്റെ വിഷയമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്നിങ്ങനെ റൊട്ടേറ്റ് ഇങ്ങനെ വയ്ക്കുക. ഈ ഭാഗം പിടിച്ച് വയ്ക്കുക, ശരിയാവും. ഇനി നമ്മൾ ഈ ശരി മാർക്കില്ലേ, ടിക്ക് മാർക്ക് പ്രസ് ചെയ്യുക, അതുകൊണ്ട് സേവ് ചെയ്യുക. ഇതാണ് ഇപ്പോൾ നമ്മളിത് ഇനി ആർക്കെങ്കിലും വേണിച്ചാൽ വാട്സപ്പിൽ വേണിച്ചാൽ അയക്കാം. ഇങ്ങനെ എടുത്തിട്ട് വാട്സപ്പോ ബ്ലൂടൂത്തോ ഏതാ വെച്ചാൽ വാട്സപ്പിൽ നമുക്ക് ഏറ്റത്തുണ്ടാവും വാട്സപ്പ് അവർ ഗ്രൂപ്പിലേക്ക് നമ്മൾ അയക്കും. അതവിടെ കിട്ടുന്നു. സെൻഡ് ചെയ്താൽ ഞങ്ങൾ പോയി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രീതി. ഇത് എങ്ങനെയൊക്കെ എടുക്കാതിരിക്കാമെന്നുള്ളതിൻ്റെ ചില സൂചനകൾ കാണിച്ചില്ല. നമ്മൾ വീണ്ടും ക്യാമറ എടുത്തു. നമ്മൾ ഇങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അത് മൊബൈൽ ഇങ്ങനെ പിടിക്കാം, ചരിച്ചിട്ടാണ് പിടിച്ചിരിക്കുന്നത് വ്യക്തമാണ്. പിന്നെ ചിലർ ഇങ്ങനെയും പിടിക്കാം. പിന്നെ നമ്മുടെ ഈ ശരീരഭാഗം, കാല്, ലുങ്കിയൊക്കെ കാണുക, മേശ മൊത്തത്തിൽ ഇങ്ങനെ എടുക്കാൻ പാടില്ല. കഴിയുന്നത് അടുപ്പിച്ച് ചേർത്ത് പിടിക്കുക.
പിന്നെ ഇങ്ങനെ ചെരിവുണ്ടാവാൻ സാധ്യതയുണ്ട്. മൊബൈൽ തിരിച്ച് ഈ ലെവലിൽ പിടിച്ചാൽ പിന്നെ ഇങ്ങനെയും ഉണ്ടാവാം. ഇതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അറിയേണ്ട കാര്യം, ഈ മൊബൈലിൻ്റെ സെൻറ്ററിലല്ല ക്യാമറ. അത് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. ക്യാമറ ഇവിടെയുണ്ട്, ഈ ഏറ്റവും മുകൾ ഭാഗത്ത് ലെഫ്റ്റിലാണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മളിതാ പിടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. ഇപ്പം നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഈ അവസരമൊക്കെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പണി കൂടും. ഇങ്ങനെയൊക്കെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കണ്ടോളൂ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നത്. അത് ക്ലിയർ അല്ല. എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടോളൂ ഇതെങ്ങനെ നമ്മളൊരു നിലമണ്ണാക്കും. ഇങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നു. ഇത് നമ്മളിങ്ങനെ ആക്കുമ്പോൾ യാതൊരു കാരണവശാലും അതിൻ്റെ ഇത് കിട്ടില്ല. പിന്നെ മാത്രമല്ല അത് ഷാർപ്പും അല്ല. വലുതാക്കി നോക്കിയാൽ അറിയാം. കുഴപ്പമില്ല, ഷാർപ്പല്ല. അത് നമ്മൾ ചെറുതാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒതുക്കുമ്പോൾ നമുക്ക് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ട്. അത് വെച്ച് കുറച്ചൊക്കെ ചെയ്യാം. ഇതാ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ലെവലായിട്ടുണ്ട്. പക്ഷെ ഇതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നമില്ല. ഇതിപ്പോൾ കിട്ടി, ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് സേവ് ചെയ്താൽ അതൊരു ഫോട്ടോ തന്നെയാണ്. പക്ഷേ അത് വലുതാക്കി നോക്കുമ്പോൾ ക്ലിയറൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു കോലം ഇങ്ങനെയായിരിക്കും. നമ്മൾ ആദ്യം ഈ ഇങ്ങനെ തിരിച്ചെടുത്തതിൻ്റെയാണ്. മറ്റേ നമുക്ക് ആദ്യം എടുത്ത് കാണില്ലേ, വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അതെടുത്ത് ഈ സൈഡ് നോക്കിയാൽ അറിയാം, സൈഡുകൾ ക്ലിയർ ആയിരുന്നു. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇതിൻ്റെ മുമ്പ് എടുത്തൊരു സംഗതിയാണ്. അത് അത്ര പെർഫെക്റ്റ് ആയി എന്നൊന്നും അർത്ഥമില്ല, എങ്കിലും അതങ്ങനെ. ഇനി നമുക്ക് ഒന്നുകൂടി ചെയ്യാം. അത് വേണമെങ്കിൽ വേറൊരു സാധനം ആയിക്കോട്ടെ. ഒരു എഡ്ജിൽ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ സെൻറ്ററിൽ വെച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഇവിടെയാണ് നമ്മുടെ ക്യാമറ. അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് മാക്സിമം അതിൽ കൊള്ളുന്ന രീതിയിൽ വെക്കാം. ഇവിടെ ചില ലൈനുകളൊക്കെ ഉണ്ട്. ആ ലൈനുകളൊക്കെ നമ്മളിതിനെ സൗകര്യപ്രദമാക്കും. അല്ല വേണ്ടത് ഇങ്ങനെ ഈ മൂലയ്ക്കില്ല, ഈ രണ്ട് മൂലയിലേക്ക് വയ്ക്കാം. ഇവിടെ ഈ മുകളിലെ രണ്ട് മൂലകളിലേക്ക്, രണ്ട് ലൈനിൽ വരുന്ന ഭാഗത്തേക്ക് വെച്ചാൽ ആ ചെരുവിൻ്റെ കാര്യം നമുക്കൊരു തീരുമാനമാവും. ചെരുവിലാണ്ട് എടുക്കാം. ഇത് നമുക്ക് ഒന്നും കൂടി ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഇതുണ്ട്, അതിന് ചെറിയ പ്രശ്നമുണ്ട്. അത്രേ പറ്റുള്ളൂ. ഒന്നാടെ ക്ലോസപ്പ് ആകുമ്പോൾ കുറച്ച് ഭാഗം പോകും. ഇതാണ് ഇപ്പോൾ ഫോട്ടോൻ്റെ അവസ്ഥ. ഇത് ചെരിഞ്ഞിട്ടാണ്. അത് നമുക്കത് ആദ്യം എഡിറ്റ് എന്നുള്ള ഇതിൽ പോയി, പിന്നെ ക്രോപ്പ് ആൻഡ് റൊട്ടേറ്റ്. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് നേരെ കാണാവുന്ന രീതിയിലാവുന്നതാണ് നല്ലത്. അപ്പോൾ ഒന്നുകൂടി അങ്ങനെയാക്കി പെട്ടതിൽ തന്നെ ശരിയായി. ഇനി നമ്മൾ ഇത് മുകളിലേക്ക് കൊണ്ടുപോകുന്നു, ഇതിങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇതിങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇവിടേക്ക് വയ്ക്കാം. അങ്ങനെയൊക്കെ ആയി. ഇനി വേണമെങ്കിൽ വല്ല ചെരിവാക്കുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കാതെ നിർബന്ധമല്ല. ഇത്ര നമുക്ക് ആവശ്യമുള്ളൂ. ഇവിടെ ഈ ശരി ഇട്ടതിൽ നമ്മളൊന്ന് ടിക്ക് കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. ചിലപ്പോൾ ഇതിനൊക്കെ വ്യത്യാസങ്ങളുണ്ട്. എഡിറ്റ് എന്നുള്ളത് വേറെ രീതിയിലായിരിക്കും ചിലതിൽ. അതൊക്കെ ഓരോ മൊബൈൽ ഫോണിലും വ്യത്യാസം ഉണ്ടായിരിക്കും, റൊട്ടേറ്റിനുമൊക്കെ. നമ്മൾ സാധാരണ കാണുന്ന രീതികളാണത്. ഇത് ഇതുപോലെ സെൻഡ് ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ ബ്ലൂടൂത്തിൽ സെൻഡ് ചെയ്യാം. അതൊന്നും നമുക്ക് വിശദമായിട്ട് ഇപ്പം നോക്കണ്ട. നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് മാത്രം. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ഫോട്ടോ എടുക്കലും ഒരു ബില്ലിൻ്റെയോ ഒരു ഡോക്യുമെൻറ്റിൻ്റെയോ അതുപോലെ ഒരു നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. ആർക്കെങ്കിലും ഒരു എന്താ പറയുക മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ കടയിലേക്ക് അയച്ചിട്ട് അതിൻ്റെ ഒരു നമ്മളെ പേരൊക്കെ എഴുതിയിരിക്കണേക്കാൾ നല്ലത് ആ ഫോട്ടോ എടുക്കുകയാണ്. മെഡിക്കൽ ഷോപ്പിലേക്ക് സാധനം വാങ്ങാനാണ് ഈ മരുന്നുകളൊന്ന് കൊണ്ടുവരണമെന്ന് പറയണം. അപ്പോൾ നമ്മൾ വെറുതെ എന്തെങ്കിലും മരുന്നുകളൊക്കെ പറഞ്ഞിട്ട് മാറിപ്പോണ്ട. നമുക്ക് യഥാർത്ഥ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ തന്നെയാണ് കൊടുക്കുക. ഇതേപോലെ ഫോട്ടോ എടുത്തിട്ട് കഴിക്കേണ്ട ഇതൊക്കെ നമുക്കറിയാം. അതൊന്നും ഇപ്പോൾ അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് നമുക്കിതിൻ്റെ പേരുകൾ മാത്രമേ ഉള്ളൂ, എന്തൊക്കെ മരുന്നുകൾ വേണം. അപ്പോൾ അതിവിടുന്ന് പ്രസ് ചെയ്ത് പിടിക്കാറുണ്ട്. നമ്മുടെ ഈ ക്യാമറയുടെ മൊബൈലിൻ്റെ സ്ക്രീനിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഒന്ന് അത് ആയിട്ടുണ്ടാവും, ലോക്കായിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു, ഫോട്ടോ എടുത്തു. ഇനി ആ ഫോട്ടോ വീണ്ടും എഡിറ്റ് ചെയ്യണം. എഡിറ്റ് പോകുമ്പോൾ ഇതൊന്ന് തിരിഞ്ഞിട്ട് കിടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ക്രോപ്പ് ആൻഡ് റൊട്ടേറ്റ് ക്ലിക്ക് കൊടുത്തു. എന്നിട്ട് നമ്മൾ തിരിച്ചോളൂ. ഈ നെക്സ്റ്റ് വിസിറ്റ് നമ്മുടെ ആവശ്യമില്ല, ഇത്രയും ആവശ്യമുള്ളൂ. മരുന്നിൻ്റെ പേര്, ഡോസേജ് നമുക്ക് നിർബന്ധമില്ല. പക്ഷേ ഡോസേജ് പറഞ്ഞാൽ ഇവിടെ ഒരു മരുന്നിൻ്റെ വിവരങ്ങൾ അവിടെ ഉണ്ട്, കണ്ടൻറ്റ്, അത് കളയാൻ പാടില്ല. ഇത്ര വേണ്ട നമുക്ക്.
മെഡിസിനും ഡോസേജൊന്നും ഇപ്പോൾ വേറെ ആരുമായിട്ടും അറിയേണ്ട ആവശ്യമില്ല, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത്രയും പാകം കാരണം അതിൻ്റെ കോമ്പോസിഷൻ ഒന്നും പോയിട്ടില്ല. ഈ സാധനം എടുത്തു, എന്നിട്ട് നമ്മൾ സേവ് ചെയ്തു. അത് നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ ആൾക്ക് അയച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് എടുത്തോളെന്ന് പറഞ്ഞാൽ സംഗതി എളുപ്പമായി. അത് ബന്ധപ്പെട്ട വ്യക്തിക്ക് അയച്ചു കൊടുത്തു. വളരെ വളരെ ബേസിക്കായ ഒരു കാര്യമാണ് ഇവിടെ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചത്. നിങ്ങളത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിരിക്കും. ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഈ ക്രോപ്പിങ്ങും ഫോട്ടോയും മാത്രമല്ല, ഓൺലൈൻ ബാങ്കിങ് ഉണ്ട്, അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട്, ഒന്നും വേണ്ട സാധാരണ ഗൂഗിൾ പേ ഉണ്ട്, അതുപോലെ ബില്ലടയ്ക്കലുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ലളിതമായ ഭാഷയിൽ ക്ഷമയോടുകൂടി മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഭാഷയിൽ പറഞ്ഞു തരാനാണ് ഈ ചാനൽ. ഈ ചാനലിൽ പല വിഷയങ്ങളും ഇതിനു മുമ്പ് പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അടിയന്തരമായ ഒരു കാര്യമാണ് ഇത് എന്ന അർത്ഥത്തിലാണ് ഇതിൽ ചിന്തിക്കുന്നത്. മാത്രമല്ല എൻ്റെ പരിചയക്കാരന് തന്നെ ഈ പ്രായപരിചയപ്പെട്ട പലർക്കും ഇത് ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലായി. അവർക്ക് ചില കാര്യങ്ങൾ അവരുമായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അവരുടെയൊക്കെ ഈ കാര്യത്തിലുള്ള നിലവാരം അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ നിലവാരം വളരെ കുറവാണെന്ന് മനസ്സിലായി. അതിനെ തുടർന്ന് പഠിച്ചെടുത്ത കാര്യങ്ങളായതുകൊണ്ട് അതിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവും. അത് തിരുത്തേണ്ടത് നിങ്ങളാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇതിലേക്കുള്ള നിർദ്ദേശങ്ങൾ നൽകാം. നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടത് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക, ഇത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ അവർ തന്നെ ഇതിൽ കമൻ്റായിട്ട് എഴുതാൻ പഠിക്കട്ടെ. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ കണ്ടാൽ ക്ലിക്ക് ചെയ്യാൻ അറിയില്ല, ലിങ്ക് കണ്ടാൽ അത് ക്ലിക്ക് ചെയ്ത് അവിടെ പോയിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ അറിയില്ല. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അതിനൊക്കെ മാറ്റം വരുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി.